അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ സ്നേക്ക് നമ്മൾ വരച്ചു ഓൾറെഡി. ഏകദേശം 2 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ ഡ്രോയിങ്ങിന് ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ചാക്കോച്ചൊരു ക്ഷമയൊക്കെ അങ്ങ് നശിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ഇനി അവൻ ആലോചിക്കും അവൻ അടുത്ത് എന്ത് വികൃതി ചെയ്യാൻ പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള തത്രപ്പാടാണ്. പോക്കറ്റിൽ ഞാൻ കാണാതെ സെലോ ടേപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വികൃതിക്കുള്ള പരിപാടി അത് നമുക്ക് നോക്കാം ഇനി അടുത്തത് അവൻ എന്നാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വരച്ച ഡ്രോയിങ് ഏതൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വരച്ചത് സ്നേക്കാണ് കേട്ടോ. ഞാൻ വരയ്ക്കും, അവൻ കളർ ചെയ്യും. പിന്നെ ഇത് റൈറ്റ് ചെയ്തതും യോഹൻ തന്നെയാണ്. ഞാൻ സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കും, അവൻ റൈറ്റ് ചെയ്യും, റീഡും ചെയ്യും. പിന്നെ ഇത് സീബ്ര, ഇതെല്ലാം അവൻ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. റൈറ്റിങ്ങും കളറിങ്ങും അവനാണ്. പിന്നെ ഇത് ബഫല്ലോ, ഇത് ഈഗിൾ, ഇത് ഫ്രോഗ്, ടോർട്ടോയ്സ്, ഇത് മീർക്യാറ്റ്. ഈ മീർക്യാറ്റ് വരയ്ക്കുന്ന സമയത്ത് അവൻ ഭയങ്കര എന്താ പറയുക ക്ഷമ നശിച്ചായിരുന്നു. അതുകൊണ്ട് അവൻ കളറിങ് കുറച്ച് കോളാക്കിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ മീർക്യാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങൾ പിക്ചർ വരയ്ക്കുമ്പോൾ ഞങ്ങൾ പിക്ചർ വരയ്ക്കുമ്പോണ്ടല്ലോ യോഹൻ പറയും, ഞാനത് വരച്ചു കൊടുക്കും. യോഹൻ എന്നോട് പറയും ബഫല്ലോ വേണം, കൗ വേണം. അവൻ എന്ത് പറയുന്നു, ഏത് പിക്ചർ, യോഹൻ പറയുന്ന ഏത് പിക്ചറും ഞാൻ വരച്ചു കൊടുക്കും കേട്ടോ. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, ഞാനത് വരച്ചു കൊടുക്കും. അവനത് ഞാൻ ഡ്രോ ചെയ്ത് അവൻ കളർ ചെയ്യും. ഞാൻ സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കും, അവനത് റൈറ്റ് ചെയ്യും, റീഡ് ചെയ്യും, എല്ലാം ചെയ്യും. ഇന്ന് നമ്മൾ മീർക്യാറ്റ് വരയ്ക്കുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു മീർക്യാറ്റ് വേണമെന്ന്. ലാസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് മീർക്യാറ്റ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മീർക്യാറ്റ് വരയ്ക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട് ഈസ് മീർക്യാറ്റ്. എനിക്കറിയത്തില്ലായിരുന്നു എന്തായിരുന്നു മീർക്യാറ്റ് എന്ന്. ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ചിട്ടില്ല മീർക്യാറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്തു വാട്ട് ഈസ് മീർക്യാറ്റ്. നോക്കിക്കഴിഞ്ഞപ്പം മംഗൂസ് അല്ലാന്ന് എനിക്കറിയാമായിരുന്നു, നീർനായ. അപ്പോൾ ഇവനിത് എവിടെ നിന്നാണ് പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പറഞ്ഞു, ഞാനത് വരച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ അറിയാമായിരുന്നു മംഗൂസ് തന്നെയായിരുന്നു മീർക്യാറ്റ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനി എനിക്കറിയാം എന്താണ് മീർക്യാറ്റ് എന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മംഗൂസ് തന്നെയാണ് മീർക്യാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ പല പേരൻസും ചിലപ്പോൾ എന്നെ പൊങ്കാല ഇടാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇതുപോലെ കുട്ടിയുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ. ഒരിക്കലുമല്ല, എനിക്കിഷ്ടം പോലെ പണിയുണ്ട്. എൻ്റെ വീട്ടിലെ പണികൾ മുഴുവൻ ഞാൻ പെൻഡിങ്ങിലിട്ടിട്ടാണ്. ഇപ്പോൾ ഏലു ഉറങ്ങുന്നത് കൊണ്ട് എനിക്കത്ര പ്രശ്നമില്ല. അവൾ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരു സൈഡിൽ നിന്നും ഏലും ഒരു സൈഡിൽ നിന്ന് ചാക്കോച്ചിയും തുടങ്ങും. അപ്പോൾ ഞാനും ഇതുപോലെ നിങ്ങളെപ്പോലെ അതിനൊരു വർക്കിംഗ് വുമൺ ആയിരുന്നു. ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ, എൻ്റെ കുഞ്ഞ് ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. ഇനി എൻ്റെ വർക്കെല്ലാം പെൻഡിങ് ആയിരിക്കും. അതിന് വൈകിട്ട് ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, നിനക്ക് എന്നായിരുന്നു ഇവിടെ പണി, നീ എന്നതാ ഇത്രയും നേരം എടുത്ത എന്നൊരു ചോദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ആസ് യൂഷ്വൽ ഇതിലൂടെ കേട്ട് ഇതിലൂടെ ഞാൻ കളയും. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് മറ്റാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡാണ്, ഹാപ്പിയാണ്, എൻ്റെ കുട്ടിയും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴാണ് നമ്മളൊരു പേരൻ്റായിട്ട് നിൽക്കേണ്ടത്. കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ ഹെൽപ്പൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് സ്വയം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ചെയ്ത് അവരവരുടെ പാട്ടിന് പോകും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വേണം. വെദർ ഫാദർ ഓർ മദർ, ആരെങ്കിലും ഒരാൾ വേണം അവരുടെ കൂടെ. രണ്ടുപേരും വേണം കേട്ടോ, രണ്ടുപേരും വേണ്ടെന്നല്ല, രണ്ടുപേരും വേണം. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ വീഡിയോസ് കണ്ടിരുന്നു. മഴവിൽ മനോരമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു
ഒരു പാട്ട് പാടുന്നൊരു കുട്ടി. അതിൽ ആ കുട്ടി പറയുന്നുണ്ട്, ആൾ കല്യാണം കഴിഞ്ഞ് ആൾക്ക് കുട്ടിയായി. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ആ കുട്ടി ആ വ്യക്തി ആളുടെ ഫാദറിനെ ഇതുവരെ ഒന്ന് ഹഗ് പോലും ചെയ്തിട്ടില്ലെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അത് ആ ഒരു സ്റ്റേജിൽ ഓപ്പണായിട്ട് പറയുന്നത്. എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ആ വീഡിയോ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു സീനായിരുന്നു. അപ്പോൾ അതെനിക്കിപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി അത്രയും പ്രായമായി ആൾക്കാരുടെ പപ്പയെ ഒന്ന് ഹഗ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ലെന്ന്. ആളുടെ ഫാദർ അബ്രോഡായിരുന്നു, ആൾ വരുന്നു പോകുന്നു. അപ്പോൾ ആളുടെ ഫാദറിനെ ഒരു എന്താ പറയുക, ഒരു ലവ് ആൻഡ് കെയറിൽ ആൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആൾക്കൊന്ന് ഹഗ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതേസമയം ആ പേരൻറ്റ്, ആ ഫാദർ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഫീല് വരത്തില്ല. ഇമോഷണൽ ഫീലിംഗാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പലരും പറയും ആളുടെ ഫാദർ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ ആൾ ജീവിക്കുന്നതെന്ന്. അതും ഒരു സൈഡ് തന്നെയാണ്. ബട്ട് നമ്മൾ രണ്ടും ചിന്തിക്കണം. ഒരു കാര്യം മാത്രമല്ല, നമുക്ക് പണവും വേണം, അതിൻ്റെ ഒപ്പം കുടുംബവും വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ബാലൻസ് ചെയ്ത് വേണം നമ്മുടെ കുടുംബവും നമ്മുടെ പണവും നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു. ഈ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് ലോങ് ആയിപ്പോവും, എങ്കിലും നിങ്ങൾ ക്ഷമയോടെ ഇതൊന്ന് കേൾക്കണേ. ഇതിൽ പിന്നെ ഞാൻ വേറൊരു പ്രോഗ്രാം കണ്ടിരുന്നു, ഉടമ്പണം പ്രോഗ്രാം. അതിലും ഇതുപോലെ കോളേജിലൊക്കെ പോയിട്ടാണല്ലോ ഉടമ്പണം പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ പേരൻസ് വർക്കിംഗ് ആണ്, രണ്ടുപേരും വർക്കിംഗാണ്. അപ്പോൾ അവരിങ്ങനെ ട്രാൻസ്ഫർ ആയി പോകുന്നു, അവർ ജോലിക്ക് പോകുന്നു, വരുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അവർ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ആ കുട്ടിയുടെ പരാതി. ഇറ്റ്സ് കറക്റ്റ്, ശരിയല്ലേ? അവർ ജോലിക്ക് പോകുന്നു, വരുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് അവർ അന്വേഷിക്കുന്നില്ല. അവരാകെ പണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമയുണ്ട്. പണം വേണം, അതിൻ്റെ ഒപ്പം തന്നെ ലവ്, കെയർ, അഫെക്ഷൻ അതെല്ലാം നമ്മൾ കൊടുക്കണം. എങ്കിലാണ് നല്ലൊരു ജനറേഷന് നമുക്ക് ഈ ലോകത്തിന് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ പല രീതിയിൽ വഴിതെറ്റി പോകും. അപ്പോൾ നമ്മൾ നല്ലൊരു പാരൻറ്റിങ് ആയി അവർക്ക് നല്ലൊരു കെയറിങ് കൊടുക്കുക. നമ്മൾ ജോലിക്ക് പോകണം, ജോലിക്ക് പോവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാവില്ല. ബട്ട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് നമ്മുടെ ഒരു പ്രസൻസ് ആവശ്യമുണ്ട്. ഇപ്പോഴാണ് നമുക്ക് അവർക്ക് പ്രസൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവർ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം അവർക്കില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആവും, അവർ ജോലി തേടി അവരവരുടെ യാത്രകളിലൂടെയും എല്ലാം പോകും. അപ്പം നമുക്ക് അവരെ പിടിച്ചു കെട്ടി നീ ഇവിടെ നിൽക്കും, ഞാൻ നിന്നെ സ്നേഹിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കും? ഒരിക്കലുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവർ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ആ ഒരു കെയർ അത് നമ്മൾ എപ്പോഴും കൊടുക്കണം. പിന്നെ എന്താ പറയുക, ജോലിക്ക് പോകുന്നവരുണ്ടാവും, ജോലിക്ക് പോകാത്തവരുണ്ടാവും. ജോലിക്ക് പോകാത്തവരാണെങ്കിൽ നമ്മളെപ്പോഴും വീട്ടിലുണ്ട്, ഇറ്റ്സ് ഓക്കെ. ബട്ട് ജോലിക്ക് പോകുന്നവർ അവരുടെ ജോലി കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ വരുന്ന സമയം ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട്, ഓക്കെ എന്നാ ഉണ്ട് വിശേഷം, ഇന്ന് എന്താണ് നിൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചേ എന്നെല്ലാം ചോദിച്ച് നമ്മൾ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതവർക്ക് ഒത്തിരി അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. ചാക്കോച്ചി വന്നിട്ടുണ്ട്, സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേ. അപ്പോൾ ഈ ലോകത്തിന് നല്ലൊരു തലമുറയെ വാർത്തു കൊടുക്കാൻ നമ്മൾ പേരൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലൊരു പാരൻറ്റിങ് ആയി മുന്നോട്ട് പോവുക. എന്നെ ഇതിലാരും പൊങ്കാലയിടാൻ വരരുത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ കണ്ട ഈ ലോകത്തിൽ നിന്ന് എൻ്റെ ചുറ്റും നടന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കണ്ട സാഹചര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അനുഭവിച്ച ഞാൻ കടന്നു പോയ കുറച്ച് പാത, അതിലെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ.